കുറച്ച് കയറിയില്ല. ഇതുണ്ടല്ലോ ഇതുണ്ടല്ലോ. Good morning, all. മോർണിംഗ് ടീച്ചർ. Good morning. ഗുഡ് മോർണിംഗ് മിസ്. അപ്പോൾ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഏതാണ്ട് അവസാനം കുറച്ച് നാളായി നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ട്. അപ്പൊ നമുക്ക് അതിന്റെ ലാസ്റ്റ് ഇതൊന്നും ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ നമ്മള് കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോ നമ്മൾ കണ്ടായിരുന്നു ഹ്യൂമൻ റിസോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്. അപ്പൊ അത് തെരഞ്ഞെടുക്കുകയും അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഓരോ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് കണ്ടായിരുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് പെർഫോമൻസ് അപ്രൈസൽ. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തു ഓരോ പേഴ്സൺസിനും അതിന് അവരുടെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെയാണ് കൊടുത്തു വെച്ചത്. പേജ് നമ്പർ നിങ്ങള് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് നോക്കുക. ഓക്കെ, 70 എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതുവരേക്കൊന്നും വായിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ എടുക്കുന്നത് ദിവസം തന്നെ വായിച്ചു വിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക PDF ആണ്. അപ്പൊ നമുക്ക് പെർഫോമൻസ് അപ്രൈസിൽ ഇന്ന് തുടങ്ങാം അല്ലെ? ഇതുവരേക്കും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാനോ? ഓക്കെ, അപ്പൊ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ ഞാൻ പറഞ്ഞു ഇത് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഇത്തിരി സ്പീഡിലാണ്. ഇനി നമുക്ക് എന്തായാലും സ്പീഡ് കുറച്ച് പറയാം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ഏൽപ്പിച്ച് തന്നു. ആ ജോലി എന്താ ട്രെയിനിങ് ഒക്കെ തന്ന് ഏൽപ്പിച്ചു കഴിയുമ്പോൾ അത് എത്രത്തോളം നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ വർക്കേഴ്സിനും അവരുടെ രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്യുക അല്ലെ? ഓരോ വ്യക്തിയും വ്യത്യസ്തമാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ചിലരെല്ലാം നല്ല സ്പീഡിൽ ചെന്ന് വർക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലര് വളരെ സ്ലോയിലായിരിക്കും ഓരോ വർക്കുകളൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം ഒരു കമ്പനിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും അതിന്റെ ആ ലക്ഷ്യം അത് നേടിയെടുക്കുക പരമാവധി സ്പീഡില് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടി നേടിയെടുക്കണമെന്നായിരിക്കും ഏത് കമ്പനി മാനേജേഴ്സും അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷന്റെയും മുൻപന്തിയിൽ ഇരിക്കുന്ന വ്യക്തികൾ തീരുമാനിക്കുന്നത് അല്ലെ? അത് അവരെ ആഗ്രഹിക്കുക. അപ്പൊ അത് വിലയിരുത്തുന്ന ഒരു പ്രക്രിയയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ process of estimating an employee's performance of a job in terms of its requirements. അതായത് അതിന്റെ ഒരു ജോലിയുടെ ആവശ്യകത എന്താണെന്ന് അത് അനുസരിച്ച് തന്നെ ഒരു ജോലി എന്താണോ അല്ലെ? ചിലപ്പോൾ ഒരു പക്ഷേ നഴ്സിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഡ്യൂട്ടി അവർ ഏത് അല്ലെ ഇൻ കേസ് ഹോസ്പിറ്റലിലെ ഏത് ഓഫീസ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവരുടെ ഡ്യൂട്ടി ആ ഡ്യൂട്ടി അത് കൃത്യമായിട്ട് അതിന്റെ ആവശ്യകത അനുസരിച്ച് തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, പ്രവർത്തനമാണ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് ഇ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെന്റ്സ്. ഏത് ജോലിക്ക് വേണ്ടിയാണോ ഒരു വ്യക്തിയെ നിയോഗിച്ചിരിക്കുന്നത് ആ വ്യക്തി ആ ജോലി ചെയ്യുന്നത് വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെയല്ലേ പോണേ? ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ്സ്. അത് നമ്മൾ വിലയിരുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുന്നത്? ഫസ്റ്റ് വൺ നോക്കാം. എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. നമുക്കറിയാം എന്തെങ്കിലും വിലയിരുത്താൻ നടത്തണമെങ്കിൽ അല്ലെ, എന്തെങ്കിലും നമ്മൾ ഒരു താരതമ്യം ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ ഒരു നേരത്തെ ഒരു ഫിക്സേഷൻ ഉണ്ടാവും. എന്താ പറയുക, ഡ്യൂട്ടി എത്രത്തോളം പ്രൊഡക്റ്റ് ഉത്പാദിക്കണം ഒരു വ്യക്തിയാണെങ്കിൽ എത്രത്തോളം ഈ സമയം കൊണ്ട് ഉത്പാദിപ്പിക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നഴ്സുമാരൊക്കെ ആണെങ്കിൽ ഇത്ര പേഷ്യൻസിനെ അവരെ സർവീസ് അവരുടെ സേവനം കാഴ്ചവെച്ചിട്ടുണ്ടാവണം ഇത്ര സമയം. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നിലവിൽ ഉണ്ടായിരിക്കണം. അത് നേരത്തെ കൂട്ടിയിട്ട് മാനേജേഴ്സ് വിചാരിച്ചിട്ടുണ്ടാവും ഈ പേഴ്സണെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ഇത്രയും പേഷ്യൻസിനെ നോക്കണം അല്ലെങ്കിൽ ഇത്രയും പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാനായിട്ടാണ് ഈ മെഷീനറിയും ഈ വ്യക്തിയെയും നിയോഗിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫസ്റ്റ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്.
Then convey performance expectations to employee. And അവരെ അറിയിക്കണം അല്ലെ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇത്രയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് നിങ്ങൾ എന്താണ് ഇത്രയും എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വ്യക്തികളെ നിങ്ങൾക്ക് സർവീസ് അല്ല അവരുടെ സേവനം നിങ്ങൾക്ക് ഭംഗിയായി നിർവഹിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്ഷൻ നിങ്ങളെ കൊണ്ട് ഉത്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കണം അല്ലെ, ഓരോ വർക്കേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കണം. Then measure real performance. അങ്ങനെ ആ വ്യക്തിയെ മനസ്സിലാക്കി കൊടുത്തിട്ട് ആ ഒരു ഡ്യൂട്ടിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അവര് ജോലി ചെയ്യുകയാണ്. എന്നിട്ട് ആ ഡ്യൂട്ടി യഥാർത്ഥത്തിൽ അവരുടെ പെർഫോമൻസ് വിലയിരുത്തണം. അതായത് അളന്നെടുക്കണം എത്രത്തോളം നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത രീതിയിൽ തന്നെ ഈ വ്യക്തി ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് അളന്നു നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. അതിനുശേഷം എന്താണ് അത് കമ്പയർ ചെയ്യണം, താരതമ്യം ചെയ്യണം. അതായത് മാനേജേഴ്സ് വിചാരിച്ച മാതിരി തന്നെ ആ വ്യക്തിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് വിചാരിച്ച രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയോ എന്ന് താരതമ്യം ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്കസ് ദ അപ്രൈസൽ വിത്ത് ദ എംപ്ലോയി. അപ്പൊ നമുക്ക് അറിയാം അല്ലെ, ഒരു വ്യക്തി വിചാരിച്ച രീതിയിൽ തന്നെയാണ് ആ വ്യക്തി അവരുടെ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ നന്നായിട്ട് അല്ലെ അവരെ ഒന്ന് അപ്രൈസ് ചെയ്യും അല്ലെ, ഒന്ന് പോയിട്ടും എന്തെങ്കിലും അല്ലെ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടി എന്തെങ്കിലും ഇൻക്രിമെന്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടി കൂടുതൽ പ്രൊഡക്ഷൻ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇച്ചിരി കൂടി താല്പര്യപൂർവ്വം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കും. അങ്ങനെ അവരെ എന്താണ് അപ്രൈസിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. നെക്സ്റ്റ് ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ. ഇൻ കേസ് നമുക്കറിയാം ചിലപ്പോ ഒരു വിചാരിച്ചാല് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതനുസരിച്ചിട്ട് ആ വ്യക്തി വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് കറക്ഷൻ കൊടുക്കണം അല്ലെ, നിങ്ങൾ ചെയ്തത് പോരാ, നിങ്ങൾ ഇത്ര സമയം കൊണ്ട് ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്, നിങ്ങൾ സമയത്തിന് ചെയ്യാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ എഫേർട്ട് അല്ലെ നിങ്ങളുടെ ആരോഗ്യം കൂടി സ്മാർട്ടായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും അല്ലെ വിചാരിച്ച സ്റ്റാൻഡേർഡ് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കറക്ഷൻ നടത്തുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര സ്റ്റെപ്പ് കണ്ടു? ഒന്നാമതായിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, അവരെ അറിയിക്കാം ഇന്ന ഇത്രയും സ്റ്റാൻഡേർഡ് ആണ് നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇത്രയും പ്രൊഡക്ഷൻ ആണ് അല്ലെങ്കിൽ ഇത്രയും സർവീസ് ആണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അവരെ അറിയിക്കേണ്ടതുണ്ട്. ദെൻ യഥാർത്ഥത്തിലുള്ള പെർഫോമൻസ് മെഷർ ചെയ്യുക, ദെൻ കമ്പയർ ചെയ്യുക, യഥാർത്ഥത്തിലുള്ള പെർഫോമൻസും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. ദെൻ ഡിസ്കസ് അപ്രൈസൽ വിത്ത് ദ എംപ്ലോയി. ഇൻ കേസ് അവരൊക്കെയാണ് അല്ലെ വിചാരിച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ എന്താണ് അപ്രൈസ് ചെയ്യുക, പുകഴ്ത്തുക. അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ മാറ്റർ ഇൻ കേസ് പറ്റിയില്ല എങ്കിൽ നമുക്കറിയാം എന്താണ് ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇൻ കേസിൽ നമുക്ക് ചിലപ്പോൾ അറിയാം ചിലപ്പോൾ അവരുടെ ശിക്ഷാ നടപടികളൊക്കെ മാനിച്ചുകൊണ്ട് ഡിമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഡിമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടിയിൽ നിന്നൊന്നും കൂടി താഴ്ത്തി ഉള്ള റോളായിരിക്കും, അവർക്ക് പൊസിഷൻ ആയിരിക്കും അവർക്കൊക്കെ കൊടുക്കുന്നത്. നമ്മൾ കണ്ടതാണത് ഡിമോഷനും പ്രൊമോഷനും. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇതിലെ പെർഫോമൻസ് അപ്രൈസൽ. ക്ലിയർ ആയോ എന്താന്നുള്ളത്? ചെയ്യാമോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് മോട്ടിവേഷൻ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് മോട്ടിവേഷൻ? അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. ഓക്കെ, നിങ്ങളും ക്ലിയർ ആണെന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും നമുക്ക് മോട്ടിവേഷനിലേക്ക് നോക്കാം. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പ്രേരണ അല്ലെ, നമുക്ക് ഒരു ബാക്കി പറയാം, പ്രേരിപ്പിക്കുക. എന്താണ് അവര് നന്നായിട്ട് ലാസ്റ്റ് ഒന്നുകൂടി പറയൂ എന്ന് ചോദിച്ചു. ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഇതുവരെ വിട്ടിട്ടില്ല, അത് തന്നെയാണ് ചാപ്റ്റർ. ലാസ്റ്റ് പറയാനുള്ളത് ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ ആണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡും റിയൽ ആയിട്ടുള്ള പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ഉദ്ദേശിച്ചതനുസരിച്ചിട്ട് തന്നെ വർക്കേഴ്സിന് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എന്താണ് എന്തെങ്കിലും നെസസറി സ്റ്റെപ്പുകൾ എടുക്കും. നമ്മൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റിൽ പറഞ്ഞത് എന്താണ്, അവർക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യം അവരിൽ നിന്ന് ഉദ്ദേശിച്ച മാനേജർ ഉദ്ദേശിച്ച രീതിയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ പ്രൊമോഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് അപ്രൈസിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്രൈസിൽ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ സാലറി ഒക്കെ കൂട്ടി കൊടുക്കും. അതിൽ പറയാവുന്ന വേറൊരു പോയിന്റ് ആണ് പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളത്. കാരണം നന്നായിട്ട് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അവര് ഒന്നും കൂടി മേൽക്കയറ്റം അല്ലെ ജോലിക്ക് മേൽക്കയറ്റം കിട്ടാനുള്ള സാധ്യതയ്ക്കും. അതേസമയം ഇവര് നന്നായിട്ട് തന്നെ വർക്ക് അല്ലെ അവര് വിചാരിച്ച സ്റ്റാൻഡേർഡിൽ ഇവർക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഡിമോഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്.
താഴ്ത്ത് അവരെ ജോലിയിൽ നിന്ന് ഒന്നുകൂടി താഴ്ത്ത ലെവലിലേക്ക് ചിലപ്പോൾ താഴ്ത്തിയിരിക്കും. കാരണം അവരുടെ ഡ്യൂട്ടി അവര് കംഫർട്ടായിട്ട് അല്ലെ കറക്റ്റ് ആയിട്ട് അവര് ചെയ്ത് തീർത്തില്ല എന്നതുകൊണ്ട് അതിന്റെ പേരില് ഇവരെ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് താഴേക്ക് ഇറക്കിയാണ് ചെയ്തത്. വീണ്ടും അവർ ഡ്യൂട്ടി ഓക്കെ അല്ലെ നെക്സ്റ്റ് മന്ത് അവർ വിചാരിച്ച റിസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പഴയ സ്ഥാനത്തേക്കൊക്കെ തന്നെ വീണ്ടും കയറ്റം അല്ലെ അവരുടെ ജോലിക്ക് കയറ്റം കൊടുക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വലിയ വലിയ കമ്പനികളിലൊക്കെ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. അതായത് ഒരു ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ട് അവരെ ഒന്ന് പുഷ് ചെയ്യുകയും ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ അവരൊന്നും കൂടി അല്ലെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിമോഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷനിൽ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് എന്താ പറയണ പ്രേരണ അല്ലെ, പ്രേരിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും പ്രേരിപ്പിക്കുക? സാധാരണയായിട്ട് ഓക്കെ തുടങ്ങി എന്താണ് മോട്ടിവേഷൻ എന്താന്നുള്ളത് പറഞ്ഞു തുടങ്ങി. പ്രധാനമായിട്ടും പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ലക്ഷ്യം അല്ലെ അത് സമയത്തിന് തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാക്സിമം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവരെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാമോ അതെല്ലാം ചെയ്തു തന്നെ അവരെ കൊണ്ട് മാക്സിമം എഫേർട്ട് ആ ഒരു ജോലിയിൽ മാക്സിമം പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് മൊത്തം പോയിന്റ് ആയിട്ട്. The goals of the individuals and the organization can be attained through pursuing workers toward productive performance called the motivational process. അതായത് pursuing എന്ന് വെച്ച് കഴിഞ്ഞാലും പ്രേരിപ്പിക്കുക എന്ന് തന്നെയാണ്, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പൊ ആ ലക്ഷ്യം അല്ലെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനെയും ആ ഒരു നല്ലൊരു പെർഫോമൻസ് പ്രൊഡക്റ്റീവ് പെർഫോമൻസ് വർക്കേഴ്സിന്റെ ഇടയിൽ നല്ലൊരു എന്താ പറയുന്ന കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് നന്നായിട്ട് മാക്സിമം അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം അവർക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇറ്റ് അട്രാക്ട്സ് ആൻഡ് ബിഗിൻസ് action and also acts as a factor in the continuation of activity until objectives has been attained. അതായത് നമ്മളിപ്പോ ഒരു മോട്ടിവേഷൻ കൊടുത്തു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അവര് കറക്റ്റ് ആയിട്ട് അവരുടെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുത്തു അല്ലെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. നെക്സ്റ്റ് ടൈം ഇതേമാതിരി തന്നെ അവര് വർക്ക് കഴിച്ചിരിക്കുമ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കരുത്. കാരണം അവർക്ക് വീണ്ടും മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് പറയുന്നത് has been attained, objectives have been attained. ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെയും അവരുടെ വർക്കിൽ എപ്പോഴും എന്താണ് ഒരു പ്രേരണ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രേരണയാണ്. ലക്ഷ്യം നന്നായിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികളെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ എന്ന പ്രവർത്തനമാണ് മോട്ടിവേഷനിൽ നടക്കുന്നത്. അത് ലക്ഷ്യം അല്ലെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നത് വരേക്കും നമ്മൾ ചിലപ്പോൾ ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ടാർഗറ്റ് നേടിയെടുക്കുന്നത് വരേക്കും ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ. അപ്പൊ നമ്മൾ കണ്ടു മോട്ടിവേഷൻ എന്താന്നുള്ള കാര്യം മനസ്സിലായി. ഇനി അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പ്രധാനമായിട്ടും ലക്ഷ്യം എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? എന്താണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് മോട്ടിവേഷൻ to create conditions in which people are willing to work with passion, initiative, interest and enthusiasm with a high personal and to prove moral satisfaction with the sense. അങ്ങനെ അല്ലെ ആ ഒരു സെന്റൻസ് അങ്ങനെ ഡീപ്പ് ഇങ്ങനെ ഒരുപാട് നീണ്ടു പോവുകയാണ്. എന്തായാലും നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതായത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾക്ക് ആ ഒരു ജോലിയോട് അല്ലെ ജോലി നന്നായിട്ട് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് സാലറി മാത്രം കിട്ടിയാൽ ജോലി നന്നായിട്ട് എഫോർട്ടോടുകൂടി ചെയ്യാൻ സാധിക്കില്ല അല്ലെ? നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ആ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ മുൻകൈ എടുക്കാനുള്ള ഒരു മനസ്സിനെ ഒരു അല്ലെ ഒരു ടെൻഡൻസി അതല്ലെങ്കിൽ അതിനോട് ഒരു ജോലി ചെയ്യാനുള്ള ഇഷ്ടം ഇതെല്ലാം വന്നാൽ മാത്രമേ ആ ജോലി നന്നായിട്ട് മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അല്ലെ അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. ഒരു ടീച്ചിങ് ആണെങ്കിലും ഡോക്ടർ നഴ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ ഏത് ലോയറിന്റെ പൊസിഷൻ ആണെങ്കിലും ഏത് പൊസിഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. മാക്സിമം എഫേർട്ട് അവർ അതിൽ കാഴ്ചവെക്കണമെങ്കിൽ ആ ജോലിയോട് അവർക്കൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് ആയിട്ട് മുൻകൈ എടുക്കാൻ ഒരു ഇഷ്ടം എന്തെങ്കിലും ഒക്കെ അതിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരിക്കേണ്ട ഇഷ്ടത്തിനൊക്കെ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ കൂടി നിർദ്ദേശിക്കുന്നുണ്ട്. വിത്ത് ഹൈ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ
with a sense of responsibility, loyalty and discipline, and with the pride and confidence in a most concurrent manner, so that the goals of an organization are attained effectively. അപ്പൊ ഈ ഇത്തരത്തില് നമുക്കൊരു ചില കാര്യങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കില്ല. ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ എന്താണ്, എല്ലാ കാര്യത്തിലും നമ്മളല്ലേ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ പാലിച്ചിട്ട് വേണം നമുക്ക് ഇൻട്രസ്റ്റ് തോന്നാനായിട്ട്. ചിലപ്പോ ചില സമയത്ത് വന്നിട്ട് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല അല്ലെ. അത് അവര് പറയുന്ന നിശ്ചിത സമയത്ത് തന്നെ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. അതുമാതിരി തന്നെ നമ്മുടെ എന്താണ് ചില ചില ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ധാർമ്മിക കാഴ്ചപ്പാടുകൾക്കൊക്കെ എന്താണ് നമ്മളൊരു പ്രധാന പങ്ക് വഹിക്കണം. എനിക്ക് എന്റെ കാര്യം എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് അല്ലെ, മറ്റുള്ളവരെ ശല്യം ചെയ്തിട്ട് അവനവന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് പാടില്ല. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ആ ഒരു ധാരണയോട് കൂടിയിട്ട് ധാർമ്മികമായ രീതിയിൽ തന്നെയായിരിക്കണം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു തൃപ്തി ഉണ്ടായിരിക്കേണ്ടത്. അവനവന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും നിർവഹിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു ഇതിലേക്ക് ഇൻട്രസ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനൊക്കെ ആയിട്ട് പാടുള്ളൂ. അതോടൊപ്പം തന്നെ അച്ചടക്കത്തോടു കൂടിയിട്ട് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ആഗ്രഹം പ്രകടമാക്കേണ്ടത്. അതേമാതിരി തന്നെ കോൺഫിഡൻസിന് മോസ്റ്റ് കൺകറന്റ് മാനർ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അഭിനിവേശം വരുന്ന അതിലേക്ക് നല്ലൊരു കോൺഫിഡൻസ്, നമ്മള് ഒരു ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. നമുക്കൊരു പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ ചെയ്യണോ വേണ്ടേ, അത് ചെയ്ത പ്രശ്നമാവോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഇതുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള രീതികളാവരുത് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴെന്താണ് നമുക്ക് ഒരു അങ്ങനെയൊക്കെ ചെയ്യാൻ വരാനായിട്ട് പ്രോബ്ലം വരുമ്പോഴെന്താണ് ഒരു പുഷ്, ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ബാക്കപ്പ് ആവേണ്ട കാര്യമില്ല, നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ചെയ്തോ, പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാൽ തന്നെ സീനിയേഴ്സ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെയുള്ള ഒരു പുഷപ്പ് കൊടുക്കാൻ, ആ ഒരു പ്രേരണ കൊടുക്കാനായിട്ട് ആരെങ്കിലും സീനിയേഴ്സോ മുതിർന്നവരൊക്കെ ഉണ്ടായിരിക്കണം. ഇതെല്ലാം എന്താണ് ഒബ്ജക്റ്റീവ്സ്, മോട്ടിവേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്, ലക്ഷ്യങ്ങൾ. ഇങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചാലും പേടിക്കാണ്ട് തന്നെ അവർക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റീവ് ആയി വരണമെങ്കിൽ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം അവിടെ ആവശ്യമാണ്. എല്ലാവരുടെയും കൂടി ഒരു ബാക്കപ്പ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് എപ്പോഴും കൊടുത്തു കഴിയുമ്പോൾ അവർ ഇച്ചിരിയും കൂടി ഇൻട്രസ്റ്റോട് കൂടിയിട്ടും അല്ലെങ്കിൽ ഇഷ്ടത്തോട് കൂടിയിട്ടും ഒക്കെ ആ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. മോട്ടിവേഷൻ ടെക്നിക്സ് ആണ് ടു പെർസ്യൂഡ് എംപ്ലോയി ഗ്രോത്ത്. നമുക്കറിയാം അല്ലെ, ചില കാര്യങ്ങളൊന്നും ആദ്യം ചെയ്യാതെ ഇരിക്കും അല്ലെ, എല്ലാ എംപ്ലോയീസ് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ പുഷ് ചെയ്ത് ഒരു ആത്മവിശ്വാസമൊക്കെ ജനിപ്പിച്ച് അവരുടെ ഉത്തരവാദിത്വത്തിലൊക്കെ ഇച്ചിരി പങ്കാളിത്തമൊക്കെ കൊടുത്ത് അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴെന്താവും അവരുടെ സ്വമേധയാ അവരുടെ ഓരോരുത്തരുടെയും ജോലി അവരെ വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോൾ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ഓരോ വ്യക്തിയും പേഴ്സണലി അവരെ വളർന്നു വരികയാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഇതെല്ലാം എന്താണ് മോട്ടിവേഷന്റെ ലക്ഷ്യങ്ങളാണ്. വ്യക്തിയെ സ്വന്തമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും, ഇതിന് മുൻകൈ എടുക്കാനായിട്ട് അവർക്ക് ടെൻഡൻസി കിട്ടും, അതിനോട് ഇഷ്ടം തോന്നും, അതിനോട് ഒരു മമത തോന്നും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കാനായിട്ട് ഈ മോട്ടിവേഷൻ എന്ന പ്രേരണ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് പോവാണ്ടല്ലേ, എന്തായാലും നോക്കാം. എന്താണ് മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഇത്തരത്തിലുള്ള മോട്ടിവേഷന്റെ കുറച്ച് ടെക്നിക്കുകൾ. നമ്മൾ കുറച്ച് നേരത്തെ ഇത് പറഞ്ഞത് തന്നെ ഇച്ചിരി കൂടി വിവരിച്ച് പറയുന്നേ ഉള്ളൂ. നോക്കാം എന്താന്നുള്ളത്. മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ. എന്തൊക്കെ ടെക്നിക്ക് വഴി ഈ മോട്ടിവേഷൻസ്, ഈ പ്രേരണ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത്. ഫസ്റ്റ് എന്താണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രേരിപ്പിക്കുക അല്ലെ. നമ്മളിപ്പോ ജോലി ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്തെങ്കിലും സാലറി കൂട്ടി കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് അവര് മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് തയ്യാറാവും. Such motivation is linked directly or indirectly with the money, wages and salary, bonus, profit sharing, with the pay, medical reimbursement, etc. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു മണിയുടെ
കാഴ്ചപ്പാടിൽ ആ ഒരു ലിങ്കിൽ വെച്ച് നോക്കുമ്പോൾ, ആ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സാലറി കൂടുമ്പോൾ അല്ലെങ്കിൽ ബോണസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയുടെ വിഹിതം അല്ലെ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ലീവ് വിത്ത് പേ അല്ലെങ്കിൽ നമുക്ക് ഒഴിവുകളെല്ലാം പേയ്മെന്റോട് കൂടിയിട്ട് നമുക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും മെഡിക്കൽ ഹോസ്പിറ്റൽ കേസും മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഒക്കെ കിട്ടുമ്പോൾ എന്താണ് ആ ഒരു കമ്പനിയിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് തൊഴിലാളികളെ പ്രേരിപ്പിക്കും അല്ലെ. സ്ഥാപനമാണോ ഇങ്ങനെയൊക്കെ അലൗ ചെയ്യുന്നത് അനുവദിക്കുന്നത്, ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് തൊഴിലാളികളെ പ്രേരിപ്പിക്കും. അവരുടെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. നെക്സ്റ്റ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. ഇങ്ങനെ അല്ലാതെ തന്നെ ഫിനാൻഷ്യലി എന്നുള്ള ലെവൽ അല്ലാതെ നമുക്ക് മറ്റു തരത്തിലും മോട്ടിവേഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ എന്നതാണ് പറയുന്നത്, ദീസ് മോട്ടിവേറ്റേഴ്സ് ആർ നോട്ട് ലിങ്ക്ഡ് വിത്ത് മോണിറ്ററി റിവാർഡ്സ്. അതായത് പണം എന്നുള്ള റിവാർഡ് ആ ഒരു ഇതല്ല നമുക്ക് കിട്ടുന്നത്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അല്ലെ നമ്മൾക്ക് ഒരു അംഗീകാരമാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിന്റെ അത് ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ വരുന്നത് എന്താണ്, ഫസ്റ്റ് വൺ പറയുന്ന അപ്രൈസൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴല്ലേ നമുക്ക് എല്ലാവരെയും മുമ്പിൽ ഒരു പുകഴ്ത്തി പറയുന്ന അല്ലെ ഒരു പ്രസ്റ്റീജ് ഉയർത്തുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. എല്ലാവർക്കും മുമ്പിൽ കൈയടിച്ചിരിക്കുന്നു, എന്താ പറയുക ഓഡിയൻസിന് മുമ്പിൽ സപ്പോർട്ട് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ എന്താണ് അവർക്ക് മാനസികമായിട്ട് ഒരു എന്താ പറയുക ഒരു ഉന്മേഷം കിട്ടും അല്ലെ. ഇത് ചെയ്യാനായിട്ടോ ഇത് ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അപ്രൈസൽ കിട്ടിയത്, അപ്പൊ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ തന്നെ ചെയ്യും, നന്നായിട്ട് എഫേർട്ടോടുകൂടി വർക്ക് ചെയ്യുന്നു, മനസ്സിലൊരു ബോധ്യം വരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് അല്ലെ അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഡിഗ്നിറ്റി അവരുടെ അന്തസ്സ് ഉയർത്തുന്ന നിലപാട് വരുമ്പോഴേ ഈ മാനേജ്മെന്റ് ഓഫ് സാറ്റിസ്ഫൈസ് ദീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാറ്റസ് സിംബൽസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻസ് in its organization by supplying costly furniture, carpets on the floor, pictures on the wall, the personal assistant, etc. നമുക്കറിയാം ചില ഡോക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ ചില പിക്ചറൊക്കെ അല്ലെങ്കിൽ ചില കമ്പനികളിലൊക്കെ ചെല്ലുമ്പോൾ അവരോട് ഒത്തിരി കൂടി എന്താ പറയുക കസേരകൾക്കൊക്കെ അല്ലെ ചെയറുകൾക്കൊക്കെ ഒരു ഇച്ചിരി കൂടി നല്ല ഹൈ പൊസിഷനിലുള്ളവർക്കൊക്കെ നല്ല ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുള്ള ചെയറും പൊസിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് അവരെ അഭിസംബോധന ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും അവരുടെ റൂമിന്റെ ഫ്രണ്ടിലൊക്കെ. അങ്ങനെ കുറച്ച് ഒരു അവർക്ക് അല്ലെ ഓരോ പേഴ്സൺസിനും അവർക്ക് ഇച്ചിരി കൂടി വില കിട്ടുന്ന തരത്തിൽ എന്തെങ്കിലും കാണിക്കുമ്പോൾ എന്തെങ്കിലും സിംബൽസുകൾ വരുമ്പോഴും ചിലയിടത്തൊക്കെ നമ്മള് കാർപ്പറ്റില് അതായത് ഇനി താഴെയുള്ള ജോലിക്കാരാണെങ്കിൽ വേറൊരു കളേഴ്സ് ഒക്കെ കൊടുത്ത് അവരെ ഇച്ചിരി കൂടി അല്ലെ ഇച്ചിരി കൂടി ഒരു ഹയർ ഡിഗ്രിയിലുള്ള ആൾക്കാരാണ് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഈഗോ അത് വരുമ്പോഴെന്താണ് അവർക്ക് ഇച്ചിരി കൂടി വർക്ക് ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് ആ പൊസിഷനിൽ ആ ചെയറിൽ എനിക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് അവരെ വർക്ക് ചെയ്യാൻ മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു രീതിയാണ് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് എന്നുള്ളത്. Okay, a management often satisfies these needs by establishing status symbols and distinctions in its organization by supplying costly furniture, carpets on floor, pictures on the wall, a personal assistant. ഇത് മാതിരി തന്നെയാണ് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം നല്ല ഹയർ പൊസിഷനിലുള്ള വ്യക്തികൾക്കൊക്കെ പേഴ്സണൽ അസിസ്റ്റന്റ് ഒക്കെ വരിക അല്ലെ. അപ്പൊ അവരെ നമുക്ക് വിലയിടാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്താണ് പൊതുവെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അല്ലെ ഇച്ചിരി കൂടി പൊസിഷൻ വരുന്നവർക്കൊക്കെ അസിസ്റ്റന്റുമാരുണ്ടാവുക എന്നുള്ള കാര്യം ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മാക്സിമം വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇവർ തയ്യാറാക്കും എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ എന്താണ് കോമ്പറ്റീഷനിൽ പറയുന്നത്? ഇൻഡിവിജ്വൽസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു കോമ്പീറ്റ് വിത്ത് വൺ അനദർ ഇഫ് ദേ ഫീൽ ദേ ഹാവ് എ ചാൻസ് ടു വിൻ ആൻഡ് സാറ്റിസ്ഫൈ ദെയർ ഈഗോ. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുകയാണ്, ഇപ്പൊ എന്തെങ്കിലും ഓരോ ബ്ലോക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എത്രയും പ്രൊഡക്ഷൻ കൂട്ടുന്നവര് അപ്പൊ നമുക്ക് എന്താണ് സാധാരണ കമ്പനികളൊക്കെ എന്താ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ചിട്ട് അവരുമായിട്ട് ഇതും കൂടി മത്സരിച്ച് ഞങ്ങളുടെ അല്ലെ നമ്മുടെ ബ്ലോക്കുകാർ ഇച്ചിരി കൂടി പ്രൊഡക്ഷൻ ഈ നെക്സ്റ്റ് മന്തിൽ കൂട്ടാനായിട്ട് ശ്രമിക്കും. അപ്പൊ ആ ലീഡർഷിപ്പ് ഒക്കെ ഉള്ള വ്യക്തികൾ അവരെ മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് അവരുടെ കീഴിലുള്ള തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച്
അവരെ മറികടക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. പ്രധാനമായിട്ടും മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒക്കെ വെച്ചിട്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യം അല്ലെ മാക്സിമം പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അവരെ ഒന്ന് പ്രേരിപ്പിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു കമ്പീറ്റ് വിത്ത് വൺ അനദർ. സാധാരണയായിട്ട് മറ്റുള്ള അല്ലെ ഒരു ജോലിക്കാരെന്ന് പറയുന്നത് പരസ്പരം തമ്മിൽ ഇതില്ല അല്ലെ, കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. പക്ഷെ ഇഫ് ദേ ഫീൽ ദേ ഹാവ് എ ചാൻസ് ടു വിൻ ആൻഡ് സാറ്റിസ്ഫൈ ദെയർ ഈഗോ അല്ലെ, ഒരു ഈഗോ നേടിയെടുക്കണം എന്നല്ലേ, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ലേബൽ നേടിയെടുക്കണം എന്ന് വരുമ്പോഴാണ് അവര് കോമ്പറ്റീഷന് തയ്യാറായിട്ട് ആ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പരസ്പരം തൊഴിലാളികൾ തമ്മിൽ കോമ്പറ്റീഷന്റെ ആവശ്യകതയില്ല. പക്ഷെ ഈഗോ അല്ലേ, അവര് നമുക്കൊരു ചാൻസ് കിട്ടുക എന്നുള്ളത്, അവരുടെ ലീഡർഷിപ്പ് കൊണ്ട് ചാൻസ് കിട്ടുക എന്നുള്ളതൊക്കെ വരുമ്പോൾ അവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗപ്രദമാക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. അതിന്റെ അതില് പറയുന്ന ഇത് തന്നെ എന്താണ്? അധികാര വികേന്ദ്രീകരണങ്ങൾ. നമുക്കറിയാം ഓരോ പേഴ്സൺസിനും ഓരോ അധികാരങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ. ഒരു വലിയ കമ്പനി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്കും മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തീരുമാനം തൊഴിലാളികളുടെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ഡിസിഷൻസ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടുള്ള അതോറിറ്റികൾ വിട്ടുകൊടുക്കും. അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി അല്ലെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ അവരുടെ താഴെയിലുള്ള തൊഴിലാളികളെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് അവര് തയ്യാറാകും എന്നുള്ളതാണ്. The delegation of a substantial amount of the responsibility to carry out the given task often proves to be strong motivating force. ഇതൊരു പ്രത്യേക തരത്തിലല്ലേ മാക്സിമം ആയിട്ട് തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള മോട്ടിവേഷൻ തന്ത്രം തന്നെയാണ്. ചില അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുമ്പോൾ ഒക്കെ അവര് അത് നന്നായിട്ട് തന്നെ, ചിലരൊക്കെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് നമുക്കറിയാം, ചിലരൊക്കെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മാക്സിമം അവര് എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തൊഴിലാളികളെ കൊണ്ട് നല്ല എഫോർട്ടോട് കൂടി വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുമെന്ന്. ദെൻ പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ പങ്കാളികളാകുക അല്ലെ. ഇറ്റ് ഇംപ്ലൈസ് ബോത്ത് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ആൻ ആക്ടിവിറ്റി, പർട്ടിക്കുലർലി ഇൻ ദാറ്റ് ഓഫ് എ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾക്കറിയാം ചില മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുമ്പോൾ ചില പേഴ്സൺസിനെയൊക്കെ ഇൻവോൾവ് ചെയ്യും, പങ്കാളികളാകും. അപ്പൊ അവരെന്താണ്, അവർക്ക് ഒരു ഇതാണ് അല്ലെ, ക്രെഡിറ്റ് ആണ്, എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തത്. അപ്പൊ ഞാൻ ഈ കമ്പനിയിലെ എന്തോ ആണ് എന്നൊക്കെ ഒരു ഭാവം വരും അല്ലെ. അങ്ങനെ അവരെ ഇത്തരത്തിൽ ഇങ്ങനെ വരുമ്പോഴെന്താണ് മറ്റുള്ളവരെ കൊണ്ടും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് അവര് ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സ് അങ്ങനെ എന്താണ് തയ്യാറെടുത്ത് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാനേജേഴ്സിന്റെ ലക്ഷ്യം എന്താണ്? എല്ലാവരെ കൊണ്ടും ഏകോപിപ്പിച്ചിട്ട് ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം അവരെ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്. ഇത് ഇംപ്ലൈസ് ബോത്ത് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ആൻ ആക്ടിവിറ്റി, പർട്ടിക്കുലർലി ഇൻ ദാറ്റ് ഡിസിഷൻ മേക്കിംഗ്. പ്രത്യേകം എടുത്തു പറയുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് പങ്കാളിയാകുക എന്നുള്ളത്. ചിലർക്കെല്ലാം ഭയങ്കര സ്റ്റാറ്റസ് നടത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു തരം പ്രേരണയാണ് ഒരു മാക്സിമം തൊഴിലാളികളെ കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഒന്നിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്ത് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് തയ്യാറാകുന്നുള്ളത്. നെക്സ്റ്റ് ജോബ് എൻലാർജ്മെന്റ് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ ജോബ് വിത്ത് എ വ്യൂ ഓഫ് ടു അപ്പീലിംഗ് ടു ഹയർ ഓർഡർ നീഡ്സ് ഓഫ് വർക്കേഴ്സ്. അതായത് നമുക്കറിയാം ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലിയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അത് ഒറ്റയ്ക്ക് അല്ലെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടി ഞങ്ങളെ കൊണ്ട് സാധിച്ചു, ഞങ്ങളെ കൊണ്ട് ഈ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്നുള്ള ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരെ എല്ലാവരും കൂടി പരസ്പരം യോജിച്ച് എന്ന് അവരുടെ ആ ഒരു പ്രവർത്തനം അല്ലെ നല്ല രീതിയിൽ ചിലപ്പോൾ ഏകോപിച്ച് നിന്ന് പണികളെല്ലാം ചെയ്തു തീർക്കുന്ന ഒരു രീതിയാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ജോബ് എൻലാർജ്മെന്റ് ഈസ് എ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടേക്സ് അക്രോസ് ദ സെയിം ഓർഗനൈസേഷൻ ലെവൽ. ഒരു ഓർഗനൈസേഷന്റെ അല്ലെ അവരുടെ ലെവലിൽ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്കറിയാം നമ്മളുടെ ജോലികൾ എന്താ പറയുക ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരോ ലോവർ ക്വാളിഫിക്കേഷൻ ഉള്ളവരോ ഒന്നും അങ്ങനെ പ്രത്യേകം മാറ്റി നിർത്താതെ തന്നെ അവരുടെ ഡ്യൂട്ടി എല്ലാവർക്കുമായിട്ട് വിധിച്ച് അപ്പൊ ഒന്നിച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത് ഒന്നിച്ച് തന്നെ കാര്യങ്ങൾ അല്ലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നിച്ച് തന്നെ ഏകോപിപ്പിച്ച് തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളത്. ദെൻ ജോബ് റൊട്ടേഷൻ ഇത് വേറൊരു തരം എന്താണ് ഇറ്റ് ഇൻഡിക്കേറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ സോ ആസ് ടു റെഡ്യൂസ് monotony and burden.
നമുക്കറിയാം ചില തൊഴിലല്ലേ അത് എപ്പോഴും വർഷങ്ങളോളം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് അവർക്ക് അലസ് ഒരു ബോറായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ഏകാധിപത്യം അവർക്കാണെങ്കിലും അത് ചെയ്ത് പക്ഷെ ചെയ്യുന്നത് കൊണ്ട് ഇച്ചിരി കൂടിയും അവര് അതിനെ കുറിച്ച് കൊണ്ട് ഇച്ചിരി കൂടിയും ഇത് ഉണ്ടാവും അല്ലെ, ഒരു എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. പക്ഷെ ചിലരെ സംബന്ധിച്ചത് ബോറാണ് അല്ലെ, ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏകാധിപത്യം വളർത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമാകുക എന്നുള്ളത് ചിലരെല്ലാം ആഗ്രഹിക്കുന്നതാണ്. To increase the skill and knowledge of the employee about a related job is the main objective of job rotation. അപ്പൊ ഇങ്ങനെ വരുമ്പോഴെന്താണ് ഇച്ചിരി കൂടി അല്ലെ നമുക്ക് വേറൊരു റൊട്ടേഷൻ വേറൊരു ജോലി ഏൽപ്പിച്ചു കൊടുത്താൽ എന്താ പ്രത്യേകത, അവിടെ നിന്നും കുറച്ചും കൂടി കഴിവുകളും നോളജ് അറിവുകളെല്ലാം നേടിയെടുക്കാനായിട്ട് കിട്ടും. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് ഇച്ചിരിയും കൂടി ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കിട്ടും എന്നുള്ളത് നമുക്കറിയാം. ഒരു ജോലി തന്നെ എപ്പോഴും സ്ഥിരം ചെയ്യാതെ മറ്റു ജോലികൾ കൂടി ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, അതൊരു തന്ത്രം തന്നെയാണ്, ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. അപ്പൊ അത് അറിയാനായിട്ട് അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, അത് ചെയ്യുകയും അതിലൂടെ സംതൃപ്തി കണ്ടെത്തുകയും അപ്പൊ അവരെ കൂടുതൽ അറിവും എല്ലാം നേടും. അപ്പൊ ഇൻ കേസ് എന്താണ് പറയുക, നേരത്തെ ചെയ്ത ജോലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ജോലിയാണെങ്കിൽ കൂടി അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഇവരെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇച്ചിരി കൂടി നല്ല എഫോർട്ടോട് കൂടിയിട്ട് അല്ലെ മാക്സിമം രണ്ട് സ്കില്ലുകൾ കൂടിയൊക്കെ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ളത്. നെക്സ്റ്റ് എന്താണ് ജോബ് എൻറിച്ച്മെന്റ്. അതെന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ ചേഞ്ചിങ് ഓർ ഇംപ്രൂവിങ് എ ജോബ് സോ ദാറ്റ് വർക്കേഴ്സ് ലൈക്ലി ടു ബി മോർ ഇൻസ്പയർഡ്. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് ദ റോൾസ് റെസ്പോൺസിബിലിറ്റി അതോറിറ്റി. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് മാതിരി ഒരു സെയിം ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോറാവുന്നു എന്ന് പറഞ്ഞ് അപ്പൊ ഇത് എന്താണ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ ചേഞ്ചിങ് ഓർ ഇംപ്രൂവിങ് എ ജോബ് സോ ദാറ്റ് എ വർക്കർ ഈസ് ലൈക്ലി ടു ബി മോർ ഇൻസ്പയർഡ്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഇച്ചിരി കൂടി ഒരു അല്ലെ ചെയ്യണമെന്നുള്ള ഒരു പ്രേരണ കിട്ടുകയാണ്, ഓർഗനൈസേഷൻ ലക്ഷ്യം നേടിയെടുക്കണമെന്ന്. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് ദ റോൾസ് റെസ്പോൺസിബിലിറ്റി അതോറിറ്റി. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഇപ്പൊ ചിലർക്കൊക്കെ എന്താണ് ചില ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ഒരു ഡ്യൂട്ടി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ മാതിരി അധികാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. താഴെക്കടിയിലുള്ള വ്യക്തികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ അല്ലെങ്കിൽ ഓർഡറുകളെല്ലാം സബ്മിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതോറിറ്റിയും കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെ റോളുകൾ അവരുടെ പ്രവർത്തന മേഖലകൾ അത് ഒന്നും കൂടിയും ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി അല്ലെ അതിൽ കൂടിയും കുറച്ചും കൂടി അറിവ് കിട്ടും. The employees is provided with the opportunity for a greater recognition, advancement, growth and responsibility. അപ്പൊ അവർക്ക് എന്താണ് കുറച്ചും കൂടി അവസരങ്ങൾ കിട്ടുകയാണ് ഇങ്ങനെ വരുമ്പോൾ. അപ്പൊ അവർക്ക് എന്താണ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കുറച്ച് നോളജ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അവരുടെ ജോലി വളർത്തിക്കൊണ്ടുവരാൻ അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ സ്കില്ലുകളെല്ലാം വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. The goal of a job enrichment is not just to make the work more varied, but to turn every employee into a manager. ഇതിന്റെ ഒരു പ്രത്യേകത, ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രത്യേകത, ഒരു ജോലി അത് നമ്മളെ ഇപ്പൊ ഒരു സ്ഥാപനത്തിന് ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്. അപ്പൊ അത് ചെയ്യേണ്ടത് മാനേജറിന്റെ പൊസിഷനിലുള്ള വ്യക്തി തന്നെയാണ്. ചിലപ്പോ നമുക്കറിയാലോ ചില ജോലികളിലും മാനേജറിന്റെ പൊസിഷനിലുള്ള വ്യക്തിയായിരിക്കും താഴെക്കിടയിലുള്ള ജോലിക്കാരെ ജോലിയും കൂടി അവർ ചെയ്യും. ഒരു പക്ഷെ താഴെക്കിടയിലുള്ള ജോലിക്കാരെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരാണോ മാനേജേഴ്സ്, കാരണം ഇവര് ചില പൊസിഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ മാനേജർ കീഴുദ്യോഗസ്ഥരാണോ മാനേജറാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ. പക്ഷെ ഇങ്ങനെ ഒരു സെപ്പറേഷനും ഇല്ലാതെ അവിടെ ഒരു ഈഗോ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും കൂടി അനുവദിച്ചു കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എല്ലാവർക്കും തുല്യ പങ്കാളിത്തവും തുല്യ ഒരു ഇതുമാണ് അല്ലെ, ഒരു തുല്യ ചാൻസുമാണ് കിട്ടുന്നത്. അപ്പൊ അവരെന്താണ് മാക്സിമം എല്ലാവരും ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകും എന്നുള്ളതാണ്. അപ്പൊ മേലുദ്യോഗസ്ഥരുടെ ടു അല്ലെ നമുക്ക് വെർട്ടിക്കലായിട്ട് അങ്ങനെ ഒരു സെപ്പറേഷനൊന്നും ഇല്ലാതെ എല്ലാവർക്കും ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഒരുപോലെ പ്രവർത്തിക്കാം എന്നുള്ള ഒരു രീതിയാണ് ജോബ് എൻറിച്ച്മെന്റിൽ വരുന്നത്. ഓക്കെ, റീഎൻഫോഴ്സ്മെന്റിൽ പറയുന്നത് പവർ ഓഫ് മോട്ടിവേഷൻ ടൂൾ ഈസ് റീഎൻഫോഴ്സ്മെന്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 പ്രിൻസിപ്പിൾസ്. ഇതൊരു 2 പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് റീഎൻഫോഴ്സ്മെന്റ് വരുന്നത്. അതായത് ബലപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ട്. അത് അടിയുറച്ച് അല്ലെ നമ്മുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ബലപ്പെടുത്തുക എന്നുള്ള രീതിയിൽ അതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് നോക്കാം. ദാറ്റ് ബിഹേവിയർ വിച്ച് സീംസ് ടു ലീഡ് ടു എ positive consequence or a reward tends to be repeated.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും എല്ലാവരുടെയും ഇടയിൽ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ എന്താണ് പ്രത്യേകത? അവർക്ക് എല്ലാം അല്ലെ ഞങ്ങളെ കൊണ്ട് പറ്റും, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അവര് ജോലി മാക്സിമം അവർക്ക് കോൺഫിഡൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവര് മാക്സിമം അവര് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എന്താണ്? വൈൽ ബിഹേവിയർ that seems to lead to a negative consequence tends in order to be repeated. നെഗറ്റീവ് കോൺസിക്വൻസ് ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് കൊടുക്കണമെങ്കിൽ അത് എന്ത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. Therefore, it is possible to influence people's behavior only by providing the properly scheduled rewards. അതായത് നമ്മൾ എപ്പോഴും എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണ് കൊടുക്കണമെങ്കിൽ, ഫീലിങ്സ് ആണ് കൊടുക്കണമെങ്കിൽ അതിൽ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയാണ് അവർ വർക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താണ് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് എപ്പോഴും ഒരു ഫീലിങ്സ്, ആ ഒരു അനുഭവമായിരിക്കണം വർക്കേഴ്സിന്റെ ഇടയിൽ കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ജോലിയിൽ ബലപ്പെട്ട് നിൽക്കാനായിട്ട് അല്ലെ അവിടെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നല്ല ഉറച്ച മനസ്സോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവര് തയ്യാറാവുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു പോയിന്റ് കൂടെ ഉള്ളൂ, ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. നമുക്കുള്ള ലാസ്റ്റ് മോട്ടിവേഷൻ ടെക്നിക് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ആണ്. ഇതിൽ പറയുന്നത് ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺസ്. ഇറ്റ് മീൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെന്റ്, ക്രിയേറ്റീവ് ടാസ്ക് ആൻഡ് എ സക്സസ്ഫുൾ കരിയർ ടു എ യങ് എൻട്രാക്ട്. അതായത് ഇതിലെ പ്രധാനമായിട്ടും ക്വാളിറ്റി അല്ലെ, നമുക്ക് പ്രധാനമായിട്ടും ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത് മോസ്റ്റ്ലി ഏതൊരു സ്ഥാപനമാണെങ്കിലും അത് നല്ല ഗുണമേന്മയോട് കൂടിയിട്ട്, ഇപ്പൊ സർവീസ് ആണെങ്കിലും നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ ഉണ്ടാക്കുക അല്ലെ, അതാണ് കാഴ്ചവെക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺ, ഏത് പേഴ്സൺ ആണെങ്കിലും ഇറ്റ് മേ മീൻ ഓപ്പർച്യൂണിറ്റി ഫോർ അഡ്വാൻസ്മെന്റ്, ക്രിയേറ്റീവ് ടാസ്ക് ആൻഡ് സക്സസ്ഫുൾ കരിയർ ടു യങ് എൻട്രാൻഡ്. അതായത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക ടെൻഡൻസി നോക്കി കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ യങ്ങേഴ്സ് ആണെങ്കിൽ അവർ ചിലപ്പോൾ ആണെങ്കിൽ ജോലി അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. അവരങ്ങനെ എങ്ങനെയെങ്കിലും ഡ്യൂട്ടി നല്ല മാക്സിമം റിസൾട്ടോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് കിട്ടിയാൽ മതി. ചിലപ്പോൾ വീട്ടിലിരുന്നിട്ടാണെങ്കിലും ചെയ്യാം, അതല്ലെങ്കിൽ ഓഫീസിൽ വന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് അവസരങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രധാനമായിട്ടും മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? നല്ല ക്വാളിറ്റിയുള്ള വർക്ക് കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ ചിലർ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നല്ല വർക്കായിരിക്കും അവർ തരുന്നത്. അതേസമയം കമ്പനിയിൽ വന്ന് അല്ലെ അവരുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ദൂരമൊക്കെ സഞ്ചരിച്ചൊക്കെ വന്ന് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വർക്കിന്റെ റിസൾട്ട് ചിലപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതിനേക്കാളും മോശമായിട്ട് വരാം. അപ്പൊ ആ ഒരു ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് യൂത്തിന്റെ അല്ലെ യങ്ങിന്റെ രീതി അനുസരിച്ചിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ കൊടുക്കുകയാണ്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ദിസ് സിസ്റ്റം. The employees are free to choose within certain limitation at what time they begin and to quit their job each day. ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വീട്ടിലിരുന്ന് എപ്പോ ചെയ്യും അല്ലെ, എപ്പോഴാണ് അത് അവസാനിക്കുക, അങ്ങനെ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കൊടുക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ക്വാളിറ്റി എന്നുള്ള രീതി അതാണ് മാക്സിമം മൈൻഡിലേക്ക് വെക്കുന്നത് അല്ലെ. മാനേജ്മെന്റ് നല്ല ക്വാളിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഏത് സമയം നിങ്ങൾ ചൂസ് ചെയ്താലും വേണ്ടില്ല, നിങ്ങളുടെ പ്രൊഡക്ഷൻ അത് മാക്സിമം ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നാണ് ലക്ഷ്യമെങ്കിലും അത് അവരുടെ ആ ഒരു യൂത്തിന്റെ ടൈം അനുസരിച്ചിട്ട് അവർ ചിലപ്പോൾ അവർ നൈറ്റ് ഷിഫ്റ്റ് വന്ന് ചെയ്യും, അതല്ലെങ്കിൽ ഡേയില് വന്ന് അല്ലെ മോർണിംഗിൽ ഏർലി മോർണിംഗിൽ വന്ന് ചെയ്ത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തോട്ട് പോകും. ചിലപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യും. അത് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക, അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രേരണയാണ്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രേരണ, ഏത് പ്രേരണയാണെങ്കിലും നമുക്കറിയാം ഓർഗനൈസേഷന്റെ ലക്ഷ്യം അത് മാക്സിമം നേടിയെടുക്കുക എന്നുള്ളതാണ് ഏതൊരു പ്രേരണയുടെയും പ്രധാനപ്പെട്ട തത്വം, അതിലുള്ള പ്രിൻസിപ്പിൾ എന്നുള്ളത്.
അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള പ്രേരണകളുടെ ടെക്നിക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. എന്തെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, നമുക്ക് ഈ ഒരു പേജും കൂടെ ഉള്ളൂ. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അല്ലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. എംപ്ലോയി മൊറൈൽ. നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു. മോട്ടിവേഷൻ, പെർഫോമൻസ് അപ്രൈസലൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് എംപ്ലോയിയുടെ ഓരോ തൊഴിലാളികളുടെയും ധാരണകൾ അല്ലെ, അവരുടെ ആ ഒരു മനോവീര്യം അത് മനസ്സിൽ ഉണ്ടായിരിക്കണം അല്ലെ, ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ഒരു മനോവീര്യം, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. മൊറൈൽ മീൻസ് എ ഫീലിംഗ് ഓഫ് എന്തോസിയാസം, zeal, confidence in individuals or a group that they will be able to handle the task allotted to them. അല്ലെ, ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ഉത്സാഹം അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ല എന്തോസിയാസം എന്ന് വെച്ചാൽ നല്ല ഉത്സാഹം, അല്ലെങ്കിൽ സീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീക്ഷ്ണതയോടുകൂടി ചെയ്യാൻ, കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാം. നമ്മളൊരു ജോലിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, തുടക്കക്കാരൊക്കെ ആവുന്ന ഒരു പേടി പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പൊ സീനിയേഴ്സിന്റെ ഒരു സപ്പോർട്ടീവ് അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അവരെന്താണോ അത് മാക്സിമം വലിയ പേടിയൊന്നും ഇല്ലാതെ കോൺഫിഡൻസോട് കൂടി, ഉത്സാഹത്തോടു കൂടി അല്ലെങ്കിൽ തീഷ്ണതയോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് തന്നെയാണ് ഇവിടെ മൊറൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ ഗ്രൂപ്പ്സ് ദാറ്റ് ദേ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ദ ടാസ്ക് അലോട്ടഡ് ടു ദം. ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കിയാൽ ഓരോ വ്യക്തിയുടെയും ആത്മവിശ്വാസം അല്ലെങ്കിൽ ഉത്സാഹവും തീഷ്ണതയൊക്കെ പറഞ്ഞ മാത്രം തന്നെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ ആ ജോലി ചെയ്യാനായിട്ട് ആ ഒരു ടാസ്ക് അത് കൈകാര്യം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും, അത് എത്രത്തോളം ഉത്സാഹത്തോടും അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടും നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. Morale is a mental condition or attitude of individuals and groups that determines their readiness to cooperate. നമുക്കറിയാം, ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ പ്രവർത്തനം കാഴ്ചവെക്കാം അല്ലെ, അത് നേടിയെടുക്കാനായിട്ട് എല്ലാവരും സന്നദ്ധരാകും അല്ലെ. റെഡ്നെസ് എന്ന് പറയുന്നത് സന്നദ്ധത, എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിക്ക് എനിക്ക് പറ്റില്ല ജോലി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആ ടാസ്കിന്റെ അവിടെ നിന്ന് ആ പ്രവർത്തനം ചെയ്യാൻ സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. എല്ലാവർക്കും എന്താണ് കോൺഫിഡൻസ് ഉണ്ടാവണം, എനിക്ക് പറ്റും, എന്നെ കൊണ്ട് എവളാണ്, ഞാനത് ചെയ്യും, അതിന് പറ്റിയ ഒരു ഇത് അല്ലെ, ഉത്സാഹം ഓരോരുത്തർക്കും ഉണർത്തി കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു മനോവീര്യം എല്ലാവരിലും ഉളവാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഒന്നിച്ച് നിന്ന് സഹകരിച്ച് സന്നദ്ധമായിട്ട് തന്നെ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയാണ്, ഗുഡ് മോർണിംഗ് ഈസ് evidenced by employee enthusiasm, voluntary conformance with the regulations and orders, and a readiness to cooperate with the other to accomplish of an organization's objective. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രവർത്തനം, എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു സന്നദ്ധമായിട്ടുള്ള പ്രവർത്തനം, എല്ലാവരും നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ സ്വമേധയ വോളണ്ടറി അല്ലെ, എല്ലാവരും സ്വമേധയ അവരവരുടെ നിയമങ്ങൾ, ആ ഒരു കമ്പനിയുടെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സന്നദ്ധരാവണം എന്നുള്ളതാണ് എംപ്ലോയീസ് മൊറൈലിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു സന്നദ്ധ എന്നാൽ എന്താണ്, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെ, എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു സന്നദ്ധത ഉണ്ടാക്കി എടുക്കാനായിട്ട് മാനേജേഴ്സ് എപ്പോഴും തയ്യാറാവേണ്ടതുണ്ട്. പ്രധാനമായിട്ടും എല്ലാവർക്കും ഉത്സാഹം ഉണർത്തുന്ന ഒരു മോട്ടിവേഷൻ എപ്പോഴും ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ എംപ്ലോയീസ് ഗ്രീവ്നെസ്. എന്താണ് എംപ്ലോയീസ് ഗ്രീവ്നെസ് എന്ന് പറയുന്നത്? അതായത് എപ്പോഴും കംപ്ലൈന്റ്സുകൾ അല്ലെ, പരാതികൾ ഉണ്ടാവും. അപ്പൊ തൊഴിലാളികളുടെ പരാതികൾ എന്തൊക്കെയാന്ന് നോക്കാം. A complaint that affect one or more workers constitute grievance. അതായത് അവരുടെ പരാതികൾ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വർക്കേഴ്സിനൊക്കെ ആയിരിക്കും അല്ലെ. നമുക്ക് ചില ഇതുകളിലൊക്കെ അറിയാം, ചിലർക്ക് ആ ഡ്യൂട്ടി ചെയ്ത് കൊണ്ട് പോകാനായിട്ട് ഒന്നോ രണ്ടോ പേഴ്സൺസിന് ചിലപ്പോൾ പറ്റിയെന്ന് വരിക, അങ്ങനെയുള്ള പരാതികൾ ഉണ്ടാവാം. Then a complaint become a grievance with when this discontent which is mostly associated with the work
is brought to ചാപ്റ്റർ നമ്മുടെ കഴിയാറായിട്ടാണ് ഹ്യൂമൻ റിസോഴ്സസ്. ഞാൻ എന്തെങ്കിലും സംശയം എന്ന് വിചാരിച്ചു. ചാപ്റ്ററിന്റെ പേര് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അപ്പോ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കംപ്ലൈന്റ് ബിക്കംസ് ഗ്രീവനസ് വിത്ത് when this content which is mostly associated with the work is brought to notice of the management. അതായത് വർക്കുമായി ബന്ധപ്പെട്ട പരാതി. ചിലപ്പോൾ ഈ വർക്കുകളല്ലേ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുന്നവരെ എന്താണ് അത് നോട്ടീസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ, മാനേജ്മെന്റിനെ അറിയിക്കേണ്ടതുണ്ട്. വർക്കിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞു 1-2 പേഴ്സൺസ് മനസ്സിലായില്ല, ലാസ്റ്റ് പേജ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും അല്ലെ ഒരു കംപ്ലൈന്റ് ആദ്യത്തെ നമ്മൾ പറഞ്ഞ 2-3 പേഴ്സൺസിനൊക്കെ എന്തെങ്കിലും വർക്കുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടാവും. സൗണ്ട് ഇല്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ സൗണ്ട്? ഗ്രീവനസ് അതാണോ, പ്രൊനൗൺസിയേഷൻ ആണോ ഉദ്ദേശിച്ചത്? A complaint that affects one or more workers constitute a grievance. അതുപോലെ തന്നെ കംപ്ലൈന്റ് become a grievance when this discontent which is mostly associated with the work is brought to notice of management. വർക്കിനെ സംബന്ധിച്ച പരാതിയാണെങ്കിൽ അത് മാനേജ്മെന്റിനെ അറിയിക്കേണ്ടതുണ്ട്. Then a grievance is a written complaint. സോറി, എല്ലാവർക്കും കേൾക്കാൻ പറ്റായികയുണ്ടോ? എന്റെ സ്പീക്കർ ഓൺ ആണ്, എനിക്ക് മനസ്സിലാവുന്നില്ല, ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതൊന്ന് എടുത്ത് തീർത്തോട്ടെ. ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ സ്പീക്കർ ഓൺ ആണ്, കേൾക്കുന്നുണ്ട്. സന്ധ്യക്ക് ആർക്കോ കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് എന്തോ ടെക്നിക്കൽ എറർ ആയിരിക്കും. നിങ്ങളൊന്ന് ശ്രമിക്കുക, വീണ്ടും ഒന്ന് വോയിസ് ഒന്ന് നോക്കുക. മൊത്തത്തിൽ മിക്കവാർക്കും എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കാം. കേൾക്കാമെന്ന് തന്നെ പറയുന്നു. Then grievance is a written complaint filed by an employee and claiming unfair treatment. Okay, അപ്പൊ നമ്മൾക്കറിയാം ഈ പരാതി എന്ന് പറയുന്നത് റിട്ടൺ ആയിട്ട് അല്ലെ എഴുതി തയ്യാറാക്കിയിട്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള ഇതാണ് ഫിൽ ചെയ്ത് എംപ്ലോയീസിന്റെ സൈൻ ഒക്കെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. Then cause of grievance പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് വർക്കേഴ്സ് grievance? അതേ പരാതികൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് പേഴ്സൺസിനുണ്ട്, അതേ വർക്കുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് പറഞ്ഞു, അതെങ്ങനെ കൊടുക്കണ്ടേന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഗ്രീവനസിനെ കുറിച്ചിട്ട് മൊത്തത്തിൽ പ്രധാനമായിട്ടും പരാതികൾ ഉണ്ടാവും അല്ലെ, വർക്കേഴ്സിന്റെ ഇടയിൽ പ്രധാനമായിട്ടും വരുന്ന പരാതികൾ, ലേബർ യൂണിയനുകളൊക്കെ വരുന്ന പരാതികൾ സമർപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റിഗാർഡിംഗ് വേജസ്, അതായത് എന്താണ് വേജസ്, കൂലിയെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ ഉണ്ടാകും. റിഗാർഡിംഗ് സൂപ്പർവിഷൻ, അതായത് മേൽനോട്ടം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മള് കുറച്ചും കൂടെ സൂപ്പർവിഷൻ സുപ്പീരിയേഴ്സ് ഇൻസൾട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടാവും. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽസിന് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും പരാതികളുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു നടത്തിയത് പരാതികൾ അല്ലെ, പ്രധാനമായിട്ടുള്ള പരാതികൾ എന്ന് പറയുന്നത് വേജസുമായി ബന്ധപ്പെട്ട പരാതികളാണ്. അതോടൊപ്പം തന്നെ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ മേലാധികാരികളിൽ നിന്ന് പരാതികൾ വരാം അല്ലെ, എപ്പോഴും സൂപ്പർവിഷൻസ് എപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാവാം. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, അതായത് നേരത്തെ കൂട്ടി അല്ലെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ ചില വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും പരാതികൾ ചിലപ്പോൾ
കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വേജസ് സൂപ്പർവിഷൻ എന്നൊക്കെ പറയുന്നത് ചിലര് കോമൺ ആയിട്ടുള്ള ഒരു പരാതികളായിരിക്കും. വ്യക്തിഗതമായിട്ട് എന്തെങ്കിലും അല്ലെ പുരോഹിതം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുടെ പരാതികൾ ഉണ്ടാവാം. ജനറൽ വർക്കിംഗ് കണ്ടീഷൻ, അതായത് നിലവിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷനിൽ ചിലപ്പോൾ കൃത്യമായിട്ടുള്ള സമയക്രമത്തിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യം ഇല്ലായ്മയെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും പരാതികൾ ഉണ്ടാവാം. ദെൻ കളക്റ്റീവ് ബാർഗെയിനിങ്, നമുക്കറിയാം ചിലപ്പോഴൊക്കെ തൊഴിലാളികൾ ഓവർ ടൈം ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് മതിയായ കൂലികളൊന്നും കൊടുക്കാതെ വരും അല്ലെ. നേരത്തെ വന്ന് അല്ലെങ്കിൽ കൂലികളുടെ വ്യത്യാസം, നമ്മുടെ വേജസിന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും അത് നേടിയെടുക്കണം. ഇവിടെ ടൈമിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ നേടിയെടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഷിഫ്റ്റിന്റെ കാര്യങ്ങൾ അല്ലെ, ഓരോ ടൈം ഷെഡ്യൂളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ബാർഗൈൻ ചെയ്ത് അവർക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ടെങ്കിൽ അതുണ്ടാവാം. അല്ലെങ്കിൽ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ 8 ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പോസിബിൾ ആവണമെന്നില്ല അല്ലെ, പരാതികൾ ഉണ്ടാവാം. അപ്പൊ നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ പരാതികളൊക്കെ കളക്റ്റീവ് ബാർഗൈൻ നമ്മൾ വിലപേശി തന്നെ അത് ചില കാര്യങ്ങളെല്ലാം നേടിയെടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സാലറിയിൽ കാര്യങ്ങൾ തരിക, അതല്ലെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും അല്ലെ ബോണസും കാര്യങ്ങളൊക്കെ അനുവദിച്ചതിൽ എന്തെങ്കിലും എററൊക്കെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പരാതികൾ ഉണ്ടാവാം. Then when the redressal machinery work effectively, it is satisfactorily resolves most of the disputes between labor and management. അപ്പൊ നമ്മളെപ്പോഴും ഈ പരാതികൾക്ക് എന്താണ് പരിഹാരം വേണം അല്ലെ. redressal machinery work effectively എപ്പോഴും നമ്മൾ ഇതിന്റെ ഒരു പരാതി പരിഹാര കർമ്മ കാര്യാലയം ഉണ്ടായിരിക്കണം. അത് നല്ല രീതിയിൽ തന്നെ അത് വർക്കേഴ്സിന്റെ ഇടയിൽ നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു പോകണമെങ്കിൽ പരാതികൾക്ക് എപ്പോഴും പരിഹാരങ്ങൾ നിർണയിച്ചു പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് സാറ്റിസ്ഫാക്ടറി റിസോൾവ് മോസ്റ്റ് ഓഫ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. ഇത് ഈ തർക്കങ്ങളെല്ലാം സംതൃപ്തിയോടുകൂടിയിട്ട് എന്താണ് പരിഹരിച്ചു പോയാൽ മാത്രമേ നമ്മുടെ തൊഴിലാളിയും അല്ലെ തൊഴിലുടമയും മാനേജ്മെന്റും തമ്മിൽ ഐക്യത്തിൽ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവസാനം നമ്മൾ കണ്ടെത്തിയത് കുറച്ച് പരാതികളുടെ കാര്യം കൂടിയാണ്. ലാസ്റ്റില് കുറച്ച് മൊറൽ അല്ലെ നമ്മൾ പ്രേരിപ്പിക്കേണ്ട ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉത്സാഹവും തീക്ഷ്ണതയും കോൺഫിഡൻസ് ഒക്കെ കിട്ടിയ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മൊറലിന് വേണ്ടിയിട്ട് ഉപയോഗപ്രദമാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും ഇന്നത്തെ ടോപ്പിക്സ് ഒക്കെ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ല മിസ്, പറഞ്ഞോ. മിസ്സിലെ മിസ്സിന്റെ ഇന്നത്തെ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചതാണ് മിസ്സിന്റെ അടുത്ത്. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരുന്നു. അല്ല മിസ്, ഇനി മിസ്സിന്റെ ക്ലാസ് വ്യാഴാഴ്ചത്തെ ചാപ്റ്റർ ഇനിയും പോകുന്നു. ശരിയാണ്. നമ്മള് സാധാരണ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയാറുണ്ട്. ഞാൻ ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞോട്ടെ എന്ന് ഓർത്ത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ടൈമും കൂടി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തീർത്തത്. കാരണം ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ കൂടി പറയണമെന്നുണ്ട്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ വരേണ്ടത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. അത് നിങ്ങളൊന്ന് നോക്കാമോ? 12 ആണ്, ചാപ്റ്റർ 12 ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ആണ്. നിങ്ങളുടെ കയ്യിലും അങ്ങനെ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്തേരെ. ചാപ്റ്റർ 2 ആയിട്ടാണല്ലേ. ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ടീച്ചർ ഭയങ്കര ഫാസ്റ്റിൽ എടുക്കുന്നുണ്ട്, എനിക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ആണോ? ഇന്നും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തന്നെ ടീച്ചർ പിന്നെയും സ്പീഡ് കൂട്ടി. അത് എന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയിട്ട് ഒരുപാട് ക്ലാസ് നമുക്ക് ഒരു 1-2 പേജ് 2-3 പേജൊക്കെ കവർ ചെയ്യാതെ പോയാൽ നമ്മുടെ പോർഷൻസ് നീങ്ങില്ല. പക്ഷെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ അവസരം തരുന്നുണ്ട്. പ്രധാനമായിട്ടും ഞാൻ സ്പീഡ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം എന്തെങ്കിലും ഇങ്ങനെ സ്പീഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകാട്ടോ. ഇനി സ്പീഡ് കുറച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത്. ഇന്ന് എന്തായാലും 1-2 അല്ലെ നമുക്ക് ഇച്ചിരി പേജ് കവർ ചെയ്ത് തീർന്നിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ഇതായതുകൊണ്ട് ഞാനത് അങ്ങനെ തീർത്തതാണ്. അല്ലെങ്കിൽ ഞാൻ മാക്സിമം 2 പേജാണ് തീർക്കാറ് അല്ലേ. ഞാനിപ്പോ പൊതുവെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്ന് തന്നെ നിങ്ങൾക്ക് തീർക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഈ ചാപ്റ്ററിന് ഇതിന് കുറച്ചും കൂടി ലെങ്തി പേജസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് മാക്സിമം ടൈമിനുള്ളിൽ തീർക്കേണ്ടത് കൊണ്ട് 1-2 പേജസ് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കും. എന്നാലും ഡൗട്ടുകൾ നിങ്ങൾ ചോദിച്ചോളൂ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഇതേമാതിരി നിങ്ങൾ പറഞ്ഞോളൂ, കാരണം സ്പീഡ് കുറച്ചുകൊണ്ട് വരണമല്ലോ. ഓക്കെ, ഇന്ന് ടോമിന് എന്തെങ്കിലും ഭാഗങ്ങൾ ക്ലിയർ ആവാത്തതുണ്ടോ? ടീച്ചർ ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് കിട്ടത്തുമില്ല. ടീച്ചർ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ടേ. ആ 11 ഇതില്ലായിരുന്നു എന്തോ, ആ 11 മാനേജ്മെന്റ് ഓഫ് ടെക്നിക്കൽ ഡിസൈനിങ് ടു ഇൻക്രീസ് മോട്ടിവേഷൻ. അതിനകത്ത് ഏറെക്കുറെ ചിലതൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അത് ഏത് പോയിന്റ്സ് ആണെന്ന് പറഞ്ഞോ, അത് അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യാലോ. നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ്സുകൾ ഇത്തിരി സ്പീഡ് ഞങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. കാരണം നിങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് നമുക്ക് ഇത് നേടിയെടുക്കണോടോ. ഏത് പോയിന്റ്സ് ആണെന്ന് പറഞ്ഞോളൂ, നമുക്കത് ഒന്നുകൂടി വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് ഇനി ഞാനത് തപ്പി പിടിച്ചിട്ട് അടുത്ത തവണ ചോദിക്കാൻ ടീച്ചർ, അതാ നല്ലത്. ചോദിച്ചോളൂ, ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, അതിനൊന്നും പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അത് അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മൾ ഈ പറഞ്ഞ മാതിരി എപ്പോഴും അപ്പാപ്പ അങ്ങനെ വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഏതെങ്കിലും ഡൗട്ട് വന്നെന്ന് വരില്ല. പക്ഷെ നെക്സ്റ്റ് ടൈമിൽ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടൈമിൽ ക്ലിയർ ചെയ്യാൻ തന്നെയാണ്. അപ്പൊ നെക്സ്റ്റ് ടൈമിൽ ചോദിച്ചാലും മതി, വായിച്ചിട്ട് എവിടെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, മറ്റാർക്കെങ്കിലും എനിക്ക് മാത്രമല്ല സ്പീഡ് കൂടുതൽ, ബാക്കി എല്ലാവർക്കും എളുപ്പമായിരുന്നല്ലേ. അങ്ങനെ പറയാനില്ല കേട്ടോ. സ്പീഡ് എല്ലാവരും ഞാൻ പറഞ്ഞല്ലേ, കുഴപ്പമില്ല. അത് ചോദിച്ചു. എല്ലാരും ടാങ്കി പറഞ്ഞു പോയി, ഞാൻ മാത്രം ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, എനിവേ എന്നാലും നെക്സ്റ്റ് ടൈമിൽ ചോദിച്ചോളൂ ഏത് പോയിന്റ്സ് ആണുള്ളത്. ഓക്കെ ടീച്ചർ, താങ്ക് യു. താങ്ക് യു മിസ്. നോ